നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 അയല മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 1.5 തക്കാളി എടുക്കുക കേട്ടോ. വലിയ തക്കാളി ആണെങ്കിൽ 1.5 തക്കാളി എടുക്കുക, ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ വലിയ പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, 3 പച്ചമുളക്, 1 പിടി ഉള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മൾ തക്കാളി ചേർക്കുന്നതുകൊണ്ട് തന്നെ പുളി കുറച്ച് ചേർക്കുന്നുള്ളൂ. 2 പീസ് കുടംപുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ എടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് എടുക്കാം, ഇല്ലെങ്കിൽ 1/2 കപ്പ് ആയാലും മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് മുറിച്ചെടുക്കണം. ചതച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ മുറിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ചതച്ചാണ് ചേർക്കുന്നത്. അതുപോലെ പച്ചമുളകൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മൾ അരപ്പും റെഡിയാക്കിയിട്ട് വേണം നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാൻ. അപ്പോൾ അരപ്പ് റെഡിയാക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവിയത് ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി മതി, ഒരുപാട് മല്ലിപ്പൊടി വേണ്ട. 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അത് ചേർക്കാം, ഒരു 3/4 ടീസ്പൂൺ വരെ. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി ഉള്ളിയും ഇഞ്ചിയും എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മുടെ ഉള്ളി മുഴുവനായിട്ട് ചേർക്കാം. ഉള്ളിക്ക് പകരം സവോള ചേർക്കരുത്, ടേസ്റ്റ് ഉണ്ടാവില്ല മീൻകറിക്ക്. മീൻകറിയിൽ എപ്പോഴും ഉള്ളി തന്നെ ചേർക്കുക. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചും വയ്ക്കാം, തേങ്ങ അരച്ചും വയ്ക്കാം. ഞാനിപ്പോൾ തേങ്ങ അരക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ വഴറ്റി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചും ഈ ഒരു കറി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മീൻകറി ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതിലേക്ക് പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. അത്യാവശ്യം കുറച്ച് എരിവുള്ള കറിയാണ്. ഒരുപാട് എരിവ് കുറഞ്ഞ രീതിയിൽ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് എരിവ് കൂടുന്ന രീതിയിൽ മീൻകറി ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു മീഡിയം എരിവുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി പച്ചമുളകും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഇവിടെ ഒന്ന് മീൻകറിയിൽ കടുക് ചേർക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കടുക് ചേർക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉലുവയുടെ കൂടെ തന്നെ കടുകും കൂടി ചേർത്തോളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കാം. നമ്മൾ അരപ്പിൽ ചേർത്തിട്ടുണ്ടെങ്കിലും അത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. ഇതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കുക, തക്കാളി ചേർക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. തക്കാളി ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കേണ്ട. തക്കാളി എല്ലാം നമ്മുടെ അരപ്പിൻ്റെ കൂടെ കുക്കായി വന്നോളും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കേണ്ട. ജസ്റ്റ് ആ തക്കാളിയിൽ നിന്ന് സ്കിന്നൊന്ന് വിട്ട് തുടങ്ങുന്ന ഭാഗത്തിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ഉപ്പ് ചേർക്കാം. മീനിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. തക്കാളിയുടെ ആ ഒരു കളറും പച്ചമുളകിൻ്റെ കളറും എല്ലാം കൂടി വരുമ്പോൾ തന്നെ നമ്മുടെ മീൻ കറി നല്ല ഭംഗിയായിട്ട് വരും, അതുപോലെ നല്ല ടേസ്റ്റുമായിട്ട് വരും. പിന്നെ ഈ ഒരു തക്കാളി ഒഴിവാക്കിയിട്ട് ഈ ഒരു മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊരു 3-4 ദിവസം സൂക്ഷിച്ച് വെക്കാം കേട്ടോ. തക്കാളി ചേർത്ത മീൻ കറി 2 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മോശമായി പോവും. തക്കാളി ചേർക്കാതെ ആകുമ്പോൾ കുടംപുളിയുടെ അളവ് കൂട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ സ്കിന്നൊക്കെ പതുക്കെ വിട്ട് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ആ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തോടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കറി തിളച്ച് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യണം. ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഉപ്പ് ഒരു പടി മേലെ നിൽക്കണം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ. അപ്പോഴേ മീനിലേക്ക് ഉപ്പ് പിടിച്ച് വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗ്രേവി വെക്കാം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, കുറേ തിക്കായിട്ടുള്ള ഗ്രേവി അല്ല, അതൊരു മീഡിയം കൺസിസ്റ്റൻസിയിലുള്ള ഗ്രേവി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. പുളിയും ചെക്ക് ചെയ്യാം. പുളിയൊക്കെ കറക്റ്റാണ്. ഉപ്പ് കുറച്ച് കുറവാണ്. എരിവും കറക്റ്റാണ്. നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ അരപ്പിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ചേർക്കുക. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് മീനിടാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീനാണെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. കുറച്ച് കട്ടിയുള്ള മീനായിരിക്കണം മാത്രം. നമ്മുടെ കൊഴുവ പോലെയുള്ള മീനുകളൊക്കെ ഇതുപോലെ കറി ഉണ്ടാക്കാതിരിക്കണം നല്ലത്. കുറച്ച് കട്ടിയുള്ള മീനുകളൊക്കെ ഇതുപോലത്തെ കറി ഉണ്ടാക്കാം. പിന്നെ ഇത് അടച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അയില കുക്കായി വരാനായിട്ട് ഒരു 8 മിനിറ്റ് എടുക്കും. അപ്പോൾ ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇളക്കരുത്. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കാം. മീൻ കുക്കായി തുടങ്ങി കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കുക്കായി കഴിഞ്ഞിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഈ ഒരു മീൻ ചേർക്കുമ്പോൾ ഉടനെ തന്നെ ഇതുപോലെ നമുക്കൊന്ന് അനക്കി കൊടുക്കാം. ഇനി നമ്മുടെ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ. അതുപോലെ നന്നായിട്ട് കറി തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാൻ. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി 8 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. മീനൊക്കെ കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കറി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ആയി. മീനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അതുപോലെ തന്നെ ഉലുവ നമ്മൾ ആദ്യം പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും മീൻ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് ഉലുവ പൊടിയാണ്. അപ്പോൾ ഉലുവയും ചേർക്കണം, ഒരു പിഞ്ച് ഉലുവപ്പൊടിയും ചേർക്കണം. ഒരു പിഞ്ചിൽ കൂടേണ്ട, കയ്പായി പോവും. ഒരു പിഞ്ചാകുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഈ കറി ഒന്ന് അടച്ച് വയ്ക്കാം. ചൂടോടെ തന്നെ ഉപയോഗിക്കരുത്. ചൂട് മാറിക്കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. മീൻ കറിയുടെ ചൂട് എപ്പോഴും കംപ്ലീറ്റ് മാറിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ചട്ടിയുടെ ചൂടുള്ളതുകൊണ്ട് അത് തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ചൂടൊക്കെ കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞ് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു മീൻ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ചോറ്, കപ്പ, അപ്പം, നമ്മുടെ പാലപ്പമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചട്ടി ഒന്ന് ചുറ്റിച്ച് വയ്ക്കുക. ഇളക്കരുത്. ഒരു തുണി ഉപയോഗിച്ച് ഇങ്ങനെ സൈഡിൽ പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് അടച്ചു വയ്ക്കുക വീണ്ടും. അങ്ങനെ ചൂട് മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇന്ന് റെഡിയാക്കിയിട്ട് നാളെ എടുക്കുകയാണ് ഈ ഒരു മീൻ കറി എന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അല്ലെങ്കിൽ രാവിലെ റെഡിയാക്കിയിട്ട് ഉച്ചയ്ക്ക് എടുക്കാം. രാവിലെ എന്ന് പറയുമ്പോൾ 10 മണിക്കോ 11 മണിക്കോ അല്ല, ഒരു 7 മണിക്കോ 8 മണിക്കൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ചോറിനാൻ എടുക്കാം. ഇല്ലെങ്കിൽ രാത്രി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. എന്തായാലും നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രം മീൻ കറി ഉപയോഗിക്കുക. ഏത് മീൻ കറിയും ടേസ്റ്റ് അപ്പോഴാണ് കൂടെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.